സമയത്ത് ഫറോവ എന്ന ഭരണാധികാരി ചെയ്തതെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫറോവ ചെയ്തതെന്നറിയോ? ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിച്ച ജനതകളെ ആ ഫറോവ അധികാരത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഉപയോഗിച്ചിട്ട് അവരെ പല വിഭാഗങ്ങളാക്കി മാറ്റി, പല വർഗങ്ങളായി ഗോത്രങ്ങളാക്കി. ഹിബ്തിയും ബനൂ ഇസ്രായേൽ എന്ന രണ്ട് വിഭാഗമാക്കിയിട്ട് വർഗീയതയുടെ വിഷവിത്തുകൾ അവരുടെ മനസ്സിലോട്ട് പാകിക്കൊടുത്തപ്പോ അവരെ ഭിന്നിച്ചുകൊണ്ട് ഫറോവ തന്റെ അധികാരത്തിന്റെ കാലുകൾ ഉറപ്പിച്ചപ്പോ അല്ലാഹ് പറയുകയാണ്, ഫറോവ ചെയ്ത ആദ്യത്തെ ജോലി എന്തെന്നറിയോ? ആ താമസിച്ചിരുന്ന ജനതകളെ, ഒന്നുമല്ലാത്ത ജനതകളെ രണ്ട് ഭാഗമായി വിഘടിപ്പിച്ചു. എന്നിട്ട് അവരുടെ ഇടയിൽ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ തീവ്രവാദം കുത്തിനുറപ്പിച്ചപ്പോ അവരെ ഭിന്നിപ്പിച്ച് ഭരിപ്പിച്ചപ്പോ സഹോദരങ്ങളെ, അഭിനവകാല ഫറോവമാർ, ഇന്ത്യ രാജ്യത്തിന്റെ അഭിനവകാല ഫറോവമാർ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രബലമായ രണ്ട് മതവിഭാഗങ്ങൾ, ഒന്ന് ഹൈന്ദവരും ഒന്ന് മുസ്ലിമീങ്ങളും, അവരെ പരസ്പരം രണ്ടാക്കി മാറ്റി മതവിഭ്രാന്തിയുടെ മതവർഗീയതയുടെ ഏറ്റവും വലിയ കുരുക്കുകളിൽ അവരെ തളച്ചിട്ടപ്പോ അഭിനവകാല ഫറോവമാർ അവസാനിച്ചിട്ടില്ല. സാക്ഷാൽ ഫറോവയെ ചെങ്കടലിൽ ചത്തിട്ടുള്ളൂ. ആ ഫറോവയുടെ പ്രേതം ചത്തിട്ടില്ല. ആ ഫറോവയുടെ പ്രേതം ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിന്നീട് ചെയ്തതെന്തെന്നറിയോ? ആ നാട്ടിലെ അപരരായ ദളിതുകളായ ന്യൂനപക്ഷങ്ങൾ, സഹോദരങ്ങളെ, അർത്ഥം വെക്കുക, നാട്ടിലെ ദളിത് ന്യൂനപക്ഷങ്ങൾ അധികാരത്തിന്റെ സവർണ്ണ തമ്പുരാക്കന്മാർ അവരുടെ അടുക്കളപ്പുറങ്ങളിലെ ഏറ്റവും വലിയ അടിമകളായി മാറ്റിവെച്ചപ്പോ ഫറോവ ചെയ്ത രണ്ടാമത്തെ ജോലി, കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് നീട്ടിപ്പരത്തി പറയാനുള്ള സമയമില്ല, ദളിതുകളെ മുഴുവനും അടിച്ചമർത്തി അവരെ മുഴുവനും അടിമകളാക്കി സമൂഹത്തെ മാറ്റിയപ്പോ സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ വരാനുള്ള ബനൂ ഇസ്രായേലി സമൂഹത്തിന്റെ വയലേലകളിലെ കലപ്പകളായി ഉരുതുമറിക്കാൻ വേണ്ടി അവർ വിധിക്കപ്പെട്ടപ്പോ സഹോദരങ്ങളെ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്തപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി, ആയിരക്കണക്കിന് ദളിതുകളെ അടിച്ചമർത്തി, നൂറുകണക്കിന് പെണ്ണുങ്ങളുടെ മാനം പിച്ച് ചീന്തിയിട്ട് അധികാരത്തിന്റെ സിംഹാസനത്തിൽ വർഗീയതയുടെ കാട്ടുകൾ ഇറക്കിയിട്ട് ഫറോവമാര് വിരസിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, എത്ര നാളാണ് ഇവരെ ഇങ്ങനെ അടിച്ചമർത്തുക? എത്ര നാളാണ് ഇവർക്കെതിരെ ഏറ്റവും വലിയ വർഗീയതയുടെ കാട് ചുമത്തുക? ഇവർക്കൊരു രക്ഷകൻ വേണ്ടയോ? ഇവർക്കൊരു ഒരു പുനരുത്ഥാനകൻ വേണ്ടയോ? അല്ലാഹ് പറയുകയാണ്, وَنُرِيدُ أَن نَّمُنَّ عَلَى الَّذِينَ اسْتُضْعِفُوا فِي الْأَرْضِ وَنَجْعَلَهُمْ أَئِمَّةً وَنَجْعَلَهُمُ الْوَارِثِينَ. വനുരീദു, നാം ആഗ്രഹിച്ചു, അല്ലാഹ് പറയുന്നു, വനുരീദു, നാം ആഗ്രഹിച്ചു, അന്നമുന്ന അലല്ലദീന തുദീഫു ഫിൽ അർദ്, ഈ ഭൂമിയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ദളിതുകളെയും അവർണരെയും അവർക്ക് ഞാൻ ഇസ്സത്ത് കൊടുക്കണമെന്ന്, അഭിമാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ അല്ലാഹുവിന്റെ തീരുമാനം വന്നു. ആ തീരുമാനം പൂർത്തീകരിക്കാനാണ് ഈജിപ്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ അടിമത്തത്തിന്റെ മേഖലയിലേക്ക് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ദാർശനികനായ പുരുഷൻ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ അവർണ്ണ വിഭാഗങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ശവസംസ്കാരം നടക്കാനില്ലാത്തപ്പോ, സ്വന്തം അമ്മ മരണപ്പെട്ട് കഴിയുമ്പോ സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരു കൂരയില്ലാതെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട് കഴിയുമ്പോ ആ മാതാവിന്റെ കബറടക്കാൻ, ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ ഇത്രയും നാളം അടുക്കള ജോലി ചെയ്ത സവർണ്ണ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് മാതാവിന്റെ മൃതശരീരവും കയ്യിൽ പിടിച്ചിട്ട് എന്റെ മാതാവിന്റെ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി വേണമെന്ന് സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ യാചകന്റെ വിനീത
വിധ എന്റെ വിദ്വേഷം കിട്ടുമ്പോ ആ സമയത്ത് ഒരു തുണ്ട് മണ്ണ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിൽ കിടക്കുന്ന പട്ടിയെ കയറടിച്ചു വിടുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട മാതാവിന്റെ ജഡശരീരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി അവസാനം നൊന്ത് പ്രസവിച്ച മാതാവിൽ മരിച്ചു കഴിയുമ്പോൾ കുടിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ അവസാനം മാതാവിന്റെ മൃതദേഹം കയ്യിലിരുന്നിട്ട് കൊടുത്തു നാറുമ്പോ ഒന്നിനും കഴിയാതെ കണ്ണുകല്ലാത്ത കണ്ണുനീര് സാക്ഷി വെച്ച് ആ മാതാവിന്റെ ശരീരത്തിൽ ബലമുള്ള കല്ല് കെട്ടിവെച്ചിട്ട് മാതാവിന്റെ മൃതശരീരം വേമ്പനാട്ടുകായലിലേക്ക് വലിച്ചെറിഞ്ഞ് കല്ലിന് കെട്ടിയ മാതാവിന്റെ മൃതശരീരം അടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ വേമ്പനാട്ടുകായലിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ടുപാടിയ എനിക്കുന്നൊരു പിടി മണ്ണ് വേണം, എന്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാൻ, എനിക്കുന്നൊരു പിടി പൂ വേണം, എന്റെ അമ്മയ്ക്കൊരു അഞ്ജലി തീർക്കുവാനെന്ന് പാടിയ കല്ലറ സുകുമാരനെ പോലെയുള്ള ആയിരക്കണക്കിന് അധകൃതന്മാര് പാടുപെട്ടപ്പോ അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ ഈ മലയാള ഭൂമിയിലോട്ട് കടന്നു വന്ന് പാടില്ല, ഇവരെ അടിച്ചമർത്താൻ പാടില്ല. പകൽപൂരിലെയും മീററ്റിലെയും ഭീവണ്ടിയിലെയും കാശ്മീരിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ വർഗീയതയുടെ ആലോചനകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പാടില്ല എന്ന് പറയുന്ന അരുതേ എന്ന ശബ്ദവുമായി കടന്നു വന്നു ഈജിപ്തിലേക്ക് കടന്നു വന്ന മൂസാ നബിയെ പോലെ ബഹുമാനായ അബ്ദുൽ നാസർ മഅ്ദനി പാടില്ല. ഈ മർദ്ദനങ്ങൾക്കൊരു അവസാനം ഉണ്ടാവണം. അതിനു വേണ്ടിയാണല്ലോ മൂസ വന്നത്. അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. പക്ഷെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാലഘട്ടത്തെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഒരു വലിയ സംഭവം ഖുർആൻ പറയുന്നു. ഫറോവയുടെ ഫറോവയ്ക്ക് ഹാലളകി, ഞാൻ ഭരിച്ചിരുന്ന ഈ സമുദായത്തിൽ എനിക്കെതിരെ വിരളെടുക്കാൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഫറോവ എന്ത് ചെയ്തെന്നറിയുമോ? സഹോദരങ്ങളെ, മഅ്ദനിക്ക് സംഭവിച്ചത് തന്നെ മൂസയ്ക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ മൂസയ്ക്ക് സംഭവിച്ചത് മഅ്ദനിക്ക് സംഭവിച്ചു അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നുകിലും മൂസാ നബിക്ക് സംഭവിച്ചത് തന്നെ മഅ്ദനിക്ക് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ആ സംഭവിച്ചത് വേറെ മറ്റൊന്നുമായിരുന്നില്ല. എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, തന്റെ അധികാരത്തിനെതിരെ, താൻ കൂട്ടുകൂട്ടിയ സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യമായി ഒരു മനുഷ്യൻ നടന്നു വരികയും ആ മനുഷ്യൻ തന്റെ നാട്ടിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്താണ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫറോവ പറഞ്ഞത്, ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയിട്ട് ഫറോവ, നീ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഫറോവ ചോദിച്ചു, നീ ആരടാത് പറയാൻ? ഫറോവ ചോദിച്ചു, നീ ആരടാത് പറയാൻ? നീ ആരാ? ഞാൻ എത്രയോ നാളുകൊണ്ട് ഇവിടെ വാണരുളുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ മൂസാ നബിയോട് ഫിർഔൻ തന്റെ സാമ്രാജ്യത്തിൽ ഇരുന്നിട്ട് ചോദിച്ചു, ആരാണ് മൂസാ നീ പറയണ അള്ളാഹ്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പറയുന്ന അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് ഭൂമിയിലേക്ക്. ആ സമയത്ത് പൊട്ടിച്ചിരിച്ചിട്ട് ഫിർഔൻ പറഞ്ഞു, മൂസ, എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? ആകാശത്തിൽ നിന്ന് നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഈ ഭൂമി എന്റേതാണ്. നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണം എന്നോട് ചോദിച്ചിട്ട് വേണോടാ മൂസ ചെയ്യാൻ. അപ്പൊ നിന്റെ അള്ളാഹ്ക്ക് മേലെ ആരാ? ഞാനാണ്. ആ ഫറോവയുടെ വംശം ചത്തിട്ടില്ല. ഈ ഭൂമിയിൽ സംസാരിക്കണമെങ്കിൽ ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങൾ മാത്രം ഇവിടെ വാണാൽ മതി, അതിനപ്പുറത്തേക്ക് വേറൊരുത്തൻ വാണരുളണ്ട എന്ന അഭിനവ കാല ഫറോവൻ ചിന്താഗതി. യഥാർത്ഥത്തിൽ അതല്ലേ നടന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫറോവയുണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ. പക്ഷെ ഫറോവ ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനിയെ തളയ്ക്കുന്ന, ബുദ്ധിപൂർവ്വം തളയ്ക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. പക്ഷെ ഫറോവ ആരെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും അറിയാം, ഒന്നുകിൽ അത് വെളിയിൽ വന്നിട്ടില്ല. ആ ഫറോവയെ കണ്ടെത്തലാണ് നമ്മുടെ ധർമ്മം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ ഫറോവയെ കണ്ടാലും ഇല്ലെങ്കിലും എന്റെ പൊന്നു സഹോദരങ്ങളെ, മൂസാ നബിയുടെ നേരെ നിന്ന് ഫറോവ ചങ്കടലിലാ മുങ്ങിച്ചെത്തത്. ഈ ഫറോവയും ഒന്നുകിൽ ഏതെങ്കിലും ഒരു അഗാധഘട്ടത്തിൽ മുങ്ങിച്ചാവുകയുള്ളൂ എന്ന് ഉറപ്പ്. ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ആ ഫറോവയ്ക്കൊരു മാനസാന്തരം ഉണ്ടാവും. ആ
ഫറോവയ്ക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഫിറൗനിന് പോലും മനസ്സിലുണ്ടായി, എല്ലാവർക്കും അറിയാം അബ്ദുൽ നാസർ മദനിയോട് ചെയ്യുന്നത് അനീതിയാണെന്ന് ആർക്കും അറിയാം. പക്ഷേ ഫറോവയ്ക്ക് പോലും അറിയാം മൂസാ നബി പറയുന്നത് സത്യമാണെന്ന്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ, തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഫറോവ പറഞ്ഞതായിരുന്നു. പക്ഷേ സഹോദരങ്ങൾ, ഈ ഫറോവിനും ഒരു മാറ്റമുണ്ടായി. ഈ ഫറോവയ്ക്കും ഒരു മാറ്റമുണ്ടായി. എപ്പോഴെന്നറിയോ? അവസാനം ചെങ്കടലിൽ കിടന്നിട്ട് മുങ്ങിച്ചാടുമ്പോ, ചെങ്കടലിലെ ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലോട്ട് കുത്തിയിറങ്ങുമ്പോ, ആ സമയത്ത് ഈ ഫിറൗൻ പോലും പറഞ്ഞു പോയി, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ചെങ്കടലിന്റെ തിരമാലകളിൽ മുങ്ങിച്ചാടുമ്പോ ആ സമയത്ത് ഫിറൗൻ പറഞ്ഞു പോയി, അല്ലാഹുവേ അല്ലാഹുവേ, ബനൂ ഇസ്രായീൽ പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അബ്ദുൽ നാസർ മദനിക്ക് തടവറെടുത്തവരാരാണെങ്കിലും, ആരുടെയൊക്കെ ഗൂഢതന്ത്രങ്ങളാണെങ്കിലും, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അവസാനം മരിക്കുന്ന സമയത്ത് ഫറോവ ചെങ്കടലിൽ കിടന്നിട്ട് പിടഞ്ഞു പോയെങ്കിൽ, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇത്രയേറെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ അഭിനവകാല ഫറോവമാർ അവസാനം മരിക്കുന്ന സമയത്ത് പിടഞ്ഞേ മരിക്കുകയുള്ളൂ. ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അനുഭവിച്ചിട്ടല്ലാതെ അഭിനവകാല ഫറോവ തിരശ്ശീലക്കുള്ളിലാവട്ടെ, തിരശ്ശീലയുടെ മുന്നിലാകട്ടെ, ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ, ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ, സംവിധായകൻ അപ്രത്യക്ഷനാകട്ടെ. പക്ഷേ ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി, ഈ അഗതി അനാറ് മക്കളെ സാക്ഷി നിർത്തി, അൻവാർ ശരീര ആരിമീങ്ങളെ സാക്ഷി നിർത്തി, അഹമ്മദ് കബീർ എന്ന ഒന്നും അറിയാത്തവന്റെ കൽപ്പനമല്ല സഹോദരങ്ങളെ, ഖുർആന്റെ വാക്യമാണ്. ഈ അഭിനവകാല ഫറോവമാര് ചെങ്കടലിൽ ഉപ്പുവെള്ളം അണ്ണാക്കിൽ കുത്തിയപ്പോ ഫറോവയ്ക്ക് വരെ മാനസാന്തരമുണ്ടായി. ഇൻഷാ അല്ലാഹ് പറയും, മരണക്കിടക്കയിൽ പരങ്കട്ടിൽ കിടന്നിട്ട് പുഴുവിനെ പോലെ പിടയുമ്പോ ആ സമയത്ത് കൈകാലിട്ടടിച്ചിട്ട് പറയും, ഒരു നിരപരാധിയായ മനുഷ്യന് ഞങ്ങൾ ചെയ്തൊരുക്കിയ ക്രൂരതയുടെ പ്രതിഫലമാണിതെന്ന്. ഒരു പാവപ്പെട്ട ഭാര്യയുടെ ആരും അറിയാതെ 10-12 വർഷം ഭർത്താവിനെ അറിയാതെ ജയിലറക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് ഒരു പാവപ്പെട്ട ഭാര്യയുടെ കണ്ണുനീരിന്റെ ഫലമാണിതെന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ വലത്തേക്ക് അവിടെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമോന്റെ കണ്ണുനീരിന്റെ പ്രതിഫലമാണിതെന്ന്. ഈ തിരക്കഥയുടെ പിന്നിൽ ആരുമാകട്ടെ, സൂറത്തുൽ ഖസസാണ് പറയുന്നത്, വല്ലാഹി എന്നെയും നിങ്ങളെയും ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ദുനിയാവിന്റെ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെടില്ലായിരിക്കാം, ഇവിടുത്തെ അണിയറയിൽ അവർ വെളിയിൽ വരില്ലായിരിക്കാം. പക്ഷേ മരണത്തെ സൂക്ഷിച്ചുകൊള്ളുക, അവസാനം പടഞ്ഞ് മരിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, ചരിത്രത്തിന്റെ ദൗത്യമേറ്റെടുക്കുക. സത്യം പറഞ്ഞപ്പോൾ, സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ, ഇത് അസത്യമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോ ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, മൂസയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാൽ പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഫറോവയുടെ വലതുഭാഗത്ത്, ആ വലതുഭാഗത്ത് ഒരു കിങ്കരൻ ഉണ്ടായിരുന്നു. ആ കിങ്കരനോടാണ് ഫറോവ പറഞ്ഞത്, ആ കിങ്കരനോടാണ് ഫറോവ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വഖാല ഫിർഔനു യാ ഹാമാനു ബിനി ലീ സർഹാ ലഅല്ലി അബ്ലുൽ അസ്ബാബ്. അൻവാർ ശരിയുമായിട്ട് ഈ ആയത്തിന് ബന്ധമുണ്ട്. ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, മൂസയെ കൊന്നില്ല, ആ സമയത്ത് മൂസയെ പിടിച്ചില്ല. മൂസ പറയുന്ന അള്ളാനെ പിടിച്ചു. ഫറോവ പറഞ്ഞു, ഹാമാനന്ദ മന്ത്രിയോട് ആകാശത്തിലേക്കൊരു ഗോപുരം പണിയുക, ആകാശ ഗോപുരം പണിയുക. ഈ മൂസ പറഞ്ഞത് അള്ളാഹ് ആകാശത്തിലുണ്ടെന്നാണ്. ആകാശത്തിലേക്കൊരു ഗോപുരം പണിയുക. ഹാമാനന്റെ സർവാഡംബര വിഭൂഷിതനായ സാമ്പത്തിക അടിത്തറയുണ്ട് ഹാമാനും ഫിറൗനും. ആകാശത്തെ ചുറ്റി നിൽക്കുന്നൊരു വലിയ അമ്പര ചുണ്ടിയായ ഗോപുരം പണിയപ്പെട്ടു. ഫറോവ പറഞ്ഞു, ആ മൂസാന്റെ അള്ളാനെ ഞാൻ അമ്പെയ്ത് വീട്ടാൻ പോവുകയാണ്, മൂസാടെ അള്ളാനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അധികാരത്തിന്റെ മത്ത് പിടിച്ച, സമ്പത്തിന്റെ മത്ത് പിടിച്ച ഫറോവ പറഞ്ഞു, അള്ളാനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. നൂറുകണക്കിന് ആളുകൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പരിവാരങ്ങളുടെ നടുവ് സർവാഡംബര വിഭൂഷിതനായി വില്ലും കുലച്ചുകൊണ്ട് ഫറോവ കയറി ആകാശത്തിന്റെ മുകളിലുള്ള ഗോപുരത്തിലേക്ക്. ആ ഗോപുരത്തിന്റെ ഉച്ചസ്ഥായിലെത്തി ആകാശത്തിന്റെ തമ്പുരാന് നേരെ അസ്ത്രം പ്രയോഗിച്ചു സാക്ഷാൽ ഫറോവ. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ഫറോവയുടെ
ഗോപുരം കുലുങ്ങിയിട്ട് ഫറോവ ചത്തിട്ടില്ല. സഹോദരങ്ങളെ അറിയുക, അള്ളാഹ് വേണമെങ്കിൽ ആ ഗോപുരം ഒന്ന് കുലുക്കിയാൽ പടച്ചതമ്പുരാന് ഫറോവയെ തള്ളിയിട്ടുമല്ല, ആളുകളുടെ മുമ്പിൽ പിടഞ്ഞു മരിക്കും. പക്ഷേ ഗോപുരം കുലുങ്ങിയില്ല, ഫറോവ താഴെ വീണില്ല, ഫറോവ അതിന്റെ മുകളിൽ പൊട്ടിച്ചിരിച്ചിട്ട് നിന്നു. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതെന്താ?